ശശാങ്കൻ തന്റെ പുതിയ വീട് വെച്ചിരുന്നു. ഇന്ന് ശശാങ്കന്റെ കല്യാണവുമാണ്. ശശാങ്ക് തന്റെ സഹോദരിമാരോടൊപ്പം ഡാൻസ് ചെയ്യുകയായിരുന്നു. ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൂൾ ഡ്രിങ്ക്സും കുടിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് അദ്ദേഹം താഴേക്ക് വീഴുന്നു. ഇത് കണ്ടിട്ട് എല്ലാവരും ഭയന്നു പോകുന്നു. എന്നിട്ട് ഓടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ ശശാങ്കിന് ബോധമില്ലായിരുന്നു. ശശാങ്കിന്റെ സഹോദരി വേഗം തന്റെ സ്കൂട്ടി പുറത്തേക്ക് ഇറക്കുന്നു. മറ്റൊരാൾ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ആശുപത്രിയിലേക്ക് പോകുന്നു. ശശാങ്കിന്റെ വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ അകലത്തിൽ 3 ഹോസ്പിറ്റലുകളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഹോസ്പിറ്റൽ 2 കിലോമീറ്റർ ദൂരത്തായിരുന്നു. പക്ഷേ ആ വഴി ഏറെ പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു. അവിടെ എത്തുന്നതിന് 10 മിനിറ്റ് സമയമെടുക്കും. രണ്ടാമത്തെ വഴി 4 കിലോമീറ്റർ ദൂരത്താണ്. അവിടെ എത്തുന്നതിന് 12 മിനിറ്റുകൾ എടുക്കും. മൂന്നാമത്തെ ഹോസ്പിറ്റൽ 5 കിലോമീറ്റർ ദൂരത്തിലാണ്. അത് ഹൈവേയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ട്രാഫിക് ഒന്നുമില്ലാതെ അവിടെ എത്തിച്ചേരുവാൻ 10 മിനിറ്റ് എടുക്കും. അപ്പോൾ ലോജിക്കൽ ആർമി, നിങ്ങൾ ചിന്തിക്കൂ, 3 എണ്ണത്തിൽ ഏത് വഴിയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടതെന്ന്. രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ തീർച്ചയായും പോകില്ല. എന്തെന്നാൽ അവിടെ എത്തിച്ചേരുവാൻ കൂടുതൽ സമയമെടുക്കും. ആദ്യത്തെയും മൂന്നാമത്തെയും ഹോസ്പിറ്റലിൽ എത്തുവാൻ ഏതാണ്ട് ഒരേപോലെ 10 മിനിറ്റ് എടുക്കും. ഹൈവേയിൽ ട്രാഫിക് ഉണ്ടാവുകയാണെങ്കിൽ 10 മിനിറ്റിൽ കൂടുതലും എടുക്കാം. അതുകൊണ്ട് അവർ ആദ്യത്തെ ഹോസ്പിറ്റലിലേക്ക് പോകും. ശശാങ്കിന്റെ സഹോദരി ഫുൾ സ്പീഡിൽ സ്കൂട്ടി ഓടിക്കുന്നു. എന്നിട്ട് അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്നു. ഹോസ്പിറ്റലിനകത്ത് ഡോക്ടർ ഉടൻ തന്നെ ശശാങ്കിനെ പരിശോധിക്കുന്നു. എന്നിട്ട് ശശാങ്കിന്റെ സഹോദരിയോട് പറയുന്നു, ശശാങ്കിന്റെ ശരീരത്തിൽ വിഷം പൂർണ്ണമായി പരന്നെന്ന്, ഉടൻ തന്നെ എമർജൻസി ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ശശാങ്കിന്റെ സഹോദരി വേഗം തന്നെ എല്ലാ പേപ്പറുകളിലും ഒപ്പിടുന്നു. ഡോക്ടർ ശശാങ്കിന്റെ ഓപ്പറേഷൻ തുടങ്ങുന്നു. പക്ഷേ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആകുന്നില്ല. ശശാങ്കിന്റെ മരണവും സംഭവിക്കുന്നു. സഹോദരന്റെ മരണവാർത്ത അറിഞ്ഞ് ശശാങ്കിന്റെ സഹോദരി കരയുവാൻ തുടങ്ങുന്നു. കല്യാണ ദിവസം തന്നെ എന്റെ സഹോദരന് വിഷം കൊടുത്തു കൊന്നു. ഞാൻ അയാളെ വെറുതെ വിടുകയില്ല. ശശാങ്കിന്റെ സഹോദരി ഉടൻ തന്നെ ഡിറ്റക്റ്റീവ് മെഹുലിനെ വിളിക്കുന്നു. കേസ് അന്വേഷിക്കുവാനായി ഡിറ്റക്റ്റീവ് മെഹുൽ ആശുപത്രിയിലേക്ക് എത്തുന്നു. ഹോസ്പിറ്റലിനകത്ത് 3 ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടായിരുന്നു. ലോജിക്കൽ ആർമി, ഈ 3 എണ്ണത്തിൽ ഏതിനകത്തായിരിക്കും മെഹുൽ പോവുക? നിങ്ങൾക്ക് പറയാമോ? ചിന്തിക്കൂ. ആദ്യത്തെയും രണ്ടാമത്തെയും റൂമിന് മുന്നിൽ ചുവന്ന ബൾബ് കത്തുന്നുണ്ട്. ഇതിനർത്ഥം അകത്ത് ഓപ്പറേഷൻ നടക്കുന്നുവെന്നാണ്. എന്നാൽ മൂന്നാമത്തെ മുറിയിലെ ലൈറ്റ് അണഞ്ഞു കിടക്കുകയാണ്. ഇതിനർത്ഥം ശശാങ്കിന്റെ ബോഡി ആ റൂമിലുണ്ടാകും. മെഹുൽ മൂന്നാമത്തെ മുറിയുടെ അകത്തേക്ക് പോകുന്നു. അവിടെ ഡോക്ടർ നിൽക്കുന്നുണ്ടായിരുന്നു. ശശാങ്കിന്റെ സഹോദരി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഡിറ്റക്റ്റീവ് മെഹുലാണ്. നിങ്ങളുടെ സഹോദരന്റെ കൊലയാളിയെ തീർച്ചയായും പിടികൂടാം. ഇതിനുശേഷം മെഹുൽ ശശാങ്കിന്റെ മൃതദേഹവുമായി ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് പോകുന്നു. ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് പോകുവാൻ 3 വഴികളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ വഴി കാട്ടിലൂടെയാണ്. കാട്ടിലെ വഴിയിൽ കാട്ടുനായ്ക്കളും അപകടകാരികളായ കടുവകളുമുണ്ട്. രണ്ടാമത്തെ വഴി ഹൈവേയിലൂടെയാണ്. പക്ഷേ ഇതിന് ദൂരം കൂടുതലാണ്. മൂന്നാമത്തെ വഴി ഷോർട്ട് കട്ടാണ്. പക്ഷേ ഈ വഴി മൂർച്ചയുള്ള കല്ലുകളും മുള്ളുകളും നിറഞ്ഞതാണ്. വണ്ടി പഞ്ചറായി പോകും. ലോജിക്കൽ ആർമി, മെഹുൽ ഏത് വഴിയായിരിക്കും തിരഞ്ഞെടുക്കുക? നിങ്ങൾക്ക് പറയാമോ? ചിന്തിക്കൂ. മെഹുൽ മൂന്നാമത്തെ വഴിയിലൂടെ തീർച്ചയായും പോകില്ല. വണ്ടി പഞ്ചറായി പോകുവാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ വഴി ദൂരം കൂടുതലാണ്. അതുകൊണ്ട് മെഹുൽ ആദ്യത്തെ വഴി പോകും. എന്തുകൊണ്ടെന്നാൽ ആദ്യത്തെ വഴിയിൽ കാട്ടുനായയും കടുവയും ഉണ്ടെങ്കിലും രണ്ടുപേരും ഒരുമിച്ച് അവിടെ കാണുവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാട്ടുനായയെ കാണുന്നതും കടുവ അതിനെ ആക്രമിക്കും. കാട്ടുനായ്ക്കൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. കടുവ അതിന്റെ പുറകെ പോവുകയും ചെയ്യും. മെഹുൽ പോകുന്നതും കാറിലാണ്. അതുകൊണ്ട് വലിയ അപകടമുണ്ടാകില്ല. മെഹുൽ ആദ്യത്തെ വഴിയിലൂടെ ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് എത്തിച്ചേരുന്നു. മെഹുൽ ശശാങ്കിന്റെ ഡെഡ് ബോഡിയും എടുത്തുകൊണ്ട് ലാബിന്റെ വാതിലിൽ എത്തിച്ചേരുന്നു. എന്നത്തെയും പോലെ ഡോക്ടർ സഞ്ജനയുടെ ലാബ് ഒരു ലോജിക്കൽ പാസ്വേഡ് കൊണ്ട് ലോക്കായിരുന്നു. കബഡി, ഫുട്ബോൾ, ക്രിക്കറ്റ് ഓർ ടെന്നീസ്, ഇതിൽ ഓട് വൺ ഔട്ട് ഏതാണ്? നന്നായി ചിന്തിക്കൂ ലോജിക്കൽ ആർമി. യഥാർത്ഥത്തിൽ ഇത് 4 സ്പോർട്സ് പേരുകളാണ്. എന്നാൽ കബഡി ഒഴിച്ച് ബാക്കി 3 എണ്ണത്തിനും സ്പോർട്സ് സാധനങ്ങൾ ഉപയോഗിക്കുന്നു. ബോൾ, ബാറ്റ്, ഫുട്ബോൾ അങ്ങനെ. പക്ഷേ കബഡിയിൽ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് വേറെന്തെങ്കിലും ഓപ്ഷനാണ് ശരിയായിട്ട് തോന്നുന്നതെങ്കിൽ അതെന്നെ കമന്റിലൂടെ തീർച്ചയായും അറിയിക്കണം കേട്ടോ. മെഹുൽ ഒന്നാമത്തെ ബട്ടൺ പ്രസ് ചെയ്ത് ലാബിനകത്തേക്ക് പോകുന്നു. പെട്ടെന്ന് തന്നെ ഈ ഡെഡ് ബോഡിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യും. ഇയാളുടെ മരണം എങ്ങനെയാ സംഭവിച്ചതെന്ന് എനിക്കറിയണം. ശരി മെഹുൽ, പക്ഷേ കുറച്ച് സമയമെടുക്കും. എന്തെന്നാൽ ഒരു മെഷീന് ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം വന്നിട്ടുണ്ട്.
അത് ശരിയാക്കുവാൻ കുറച്ച് സമയമെടുത്തേക്കും. ശരി ഡോക്ടർ, അപ്പോഴേക്കും ഞാൻ ശശാങ്കിന്റെ വീട്ടിൽ പോയി കുറച്ച് അന്വേഷണം നടത്താം. മെഹുൽ വണ്ടിയും എടുത്ത് ശശാങ്കിന്റെ വീട്ടിലേക്ക് പോകുന്നു. മെഹുൽ ശശാങ്കിന്റെ സഹോദരിയെ വിളിക്കുന്നു. അപ്പോൾ ശശാങ്കിന്റെ സഹോദരി മെഹുലിനോട് ശിവാജി നഗറിൽ വരുവാൻ പറയുന്നു. മെഹുൽ ശിവാജി നഗറിലെത്തുന്നു. പക്ഷേ അവിടെ 3 വീട്ടിൽ കല്യാണത്തിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. ശശാങ്കിന്റെ സഹോദരി പറഞ്ഞത് അവരുടെ സഹോദരന്റെ കല്യാണത്തിനായി വീട് അലങ്കരിച്ചിട്ടിരിക്കുകയാണെന്നാണല്ലോ. ഇവിടെ 3 വീടുകൾ അലങ്കരിച്ചിട്ടിരിക്കുകയാണ്. ഇതിലേതായിരിക്കും ശശാങ്കന്റെ വീട്? ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ ഇതിൽ ശശാങ്കിന്റെ വീട് ഏതായിരിക്കുമെന്ന്? മൂന്ന് വീടും ഒരുപോലെ അലങ്കരിച്ചിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ വീടൊഴിച്ച് 1ലും 3ലും ഭക്ഷണം കഴിക്കലും കുടിക്കലും ഒക്കെ നടക്കുന്നുണ്ട്. കല്യാണ ബഹളങ്ങളും കേൾക്കുന്നുണ്ട്. രണ്ടാമത്തെ വീട്ടിൽ ആകെ ഒരു മൂകതയാണ്. ഇതിനർത്ഥം ഇത് ശശാങ്കിന്റെ വീടായിരിക്കും. ശശാങ്കിന്റെ മരണം സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടം ശാന്തമായി കിടക്കുന്നത്. മെഹുൽ ശശാങ്കിന്റെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു വ്യക്തത ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ശശാങ്കിന്റെ സഹോദരി പറയുന്നു, സഹോദരൻ വളരെ നല്ലവനായിരുന്നു. അദ്ദേഹത്തിന് ആരുമായും വിരോധവും ഉണ്ടായിരുന്നില്ല. ശശാങ്കിനെ വിഷം കൊടുത്തു കൊന്നിരിക്കുകയാണ്. അദ്ദേഹം അവസാനം എന്താ കഴിച്ചത്? സഹോദരൻ അവസാനമായി കൂൾ ഡ്രിങ്ക്സ് ആണ് കുടിച്ചത്. ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കൂൾ ഡ്രിങ്ക്സ് കുടിക്കുകയായിരുന്നു. ആ സമയത്ത് അവിചാരിതമായ അദ്ദേഹം താഴേക്ക് വീണത്. മെഹുൽ കൂൾ ഡ്രിങ്ക്സിന്റെ സാമ്പിൾ എടുത്ത് ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് അയക്കുന്നു. കുറച്ചു കഴിഞ്ഞ് മെഹുലിന് ഡോക്ടർ സഞ്ജനയുടെ കോൾ വരുന്നു. അവർ മെഹുലിനോട് പറയുന്നു, ശശാങ്കിന് കൂൾ ഡ്രിങ്ക്സിനൊപ്പം വിഷം കൊടുത്തിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് സ്ലോ പോയിസണാണ് നൽകിയിരിക്കുന്നത്. അതും മരിക്കുന്നതിന് 2-3 മണിക്കൂർ മുൻപ് കൊടുത്തിട്ടുണ്ടാകണം. ഇൻട്രസ്റ്റിംഗ്. അതിനർത്ഥം വിഷം 2-3 മണിക്കൂർ മുൻപാ നൽകിയിരിക്കുന്നത്. മെഹുൽ ശശാങ്കിന്റെ സഹോദരിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരി പറയുന്നു, സർ, സഹോദരൻ 2-3 മണിക്കൂർ മുൻപ് ഞങ്ങളുടെ നാത്തൂനാകാൻ പോകുന്ന റീതയെ കാണാൻ പോയിരുന്നു. അതിനുശേഷം തിരിച്ചു വന്നിരുന്നു. എനിക്ക് തോന്നുന്നത് ശശാങ്ക് ഏത് പെൺകുട്ടിയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്, ആ പെൺകുട്ടി ശശാങ്കിന് വിഷം നൽകിയിട്ടുണ്ടെന്നാണ്. മെഹുൽ തന്റെ വണ്ടിയിൽ റീതയുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു. അവിടെയും വീട് അലങ്കരിച്ചിട്ടിരിക്കുകയായിരുന്നു. വീടിന് പുറത്ത് ആഘോഷമായിരുന്നു. വളരെയധികം ആൾക്കാർ ഡാൻസ് ചെയ്യുകയായിരുന്നു. ഇവിടെയുള്ളവർ ശശാങ്ക് മരിച്ചത് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇവരിപ്പോഴും വിവാഹ ആഘോഷങ്ങളിലാണ്. മെഹുൽ റീതയോട് വിവരങ്ങൾ ചോദിച്ചറിയുന്നു. ശശാങ്കിന് ആരാ വിഷം നൽകിയെന്നതിനെ കുറിച്ച് ഒരു വിവരവുമില്ല. ശശാങ്ക് 2-3 മണിക്കൂർ മുൻപ് നിങ്ങളെ കാണാൻ വന്നിരുന്നു. സത്യമായി പറയും. സർ, എന്റെ ഫാമിലിക്ക് കുറച്ച് കടമുണ്ടായിരുന്നു. അതുകൊണ്ട് ശശാങ്ക് എനിക്ക് 1 ലക്ഷം രൂപ തരുന്നതിനായി വന്നിരുന്നു. വിവാഹത്തിന് യാതൊരു കുറവുകളും വരാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു അത്. പക്ഷേ മെഹുലിന് മനസ്സിലാകുന്നു റീതയ്ക്ക് ശശാങ്കിന്റെ മരണത്തെക്കുറിച്ച് എല്ലാ വിവരങ്ങളും അറിയാമെന്ന്. അതെങ്ങനെ ലോജിക്കൽ ആർമി? മെഹുലിന് ഇതെങ്ങനെ മനസ്സിലായി? മെഹുൽ റീതയോട് ശശാങ്കിന്റെ മരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ റീത പറഞ്ഞത് ശശാങ്കിന് വിഷം നൽകിയത് ആരാണെന്നതിനെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ല എന്നാണ്. അപ്പോൾ റീതയ്ക്കും കുടുംബത്തിനും ശശാങ്കിന്റെ മരണത്തെക്കുറിച്ച് അറിയില്ല എങ്കിൽ ശശാങ്കിന്റെ മരണം വിഷമുള്ളിൽ ചെന്നിട്ടാണെന്ന് എങ്ങനെ മനസ്സിലായി കാണും? ഇതിൽ നിന്നും മെഹുലിന് മനസ്സിലാകുന്നു റീതയ്ക്ക് ശശാങ്കിന്റെ മരണത്തെക്കുറിച്ച് ആദ്യമേ അറിവുണ്ടായിരുന്നുവെന്ന്. മെഹുൽ അവളെ പിടികൂടുന്നു. റീത കരയുവാൻ തുടങ്ങുന്നു. എന്നിട്ട് മെഹുലിനോട് എല്ലാ സത്യങ്ങളും പറയുന്നു. സർ, ശശാങ്കൻ എനിക്ക് പണം തന്നിട്ട് പോയി. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മകന്റെ ഫോൺ വന്നു. മകൻ എന്നോട് പറഞ്ഞത് അയാൾ വഴിയിൽ വെച്ച് ശശാങ്കിന് ലസിയിൽ വിഷം കലർത്തി നൽകിയെന്ന്. ഈ മകൻ ആരാണ്? സർ, മകൻ എന്റെയും ശശാങ്കിന്റെയും ഏറ്റവും നല്ല സുഹൃത്താണ്. മകൻ എന്നെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞാൻ ശശാങ്കിനെ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അയാൾ ശശാങ്കിനെ കൊന്നത്. ഈ വിവരം കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾ എന്തുകൊണ്ടാ അദ്ദേഹത്തിന്റെ വീട്ടുകാരോട് ഇക്കാര്യം അറിയിക്കാതിരുന്നത്? സർ, എനിക്ക് വിവരം ലഭിച്ച ഉടനെ ഞാൻ ശശാങ്കിന്റെ സഹോദരിയെ വിളിച്ചറിയിച്ചിരുന്നു. പക്ഷെ അപ്പോഴേക്കും ശശാങ്ക് മരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മറ്റാരോടും ഈ വിവരം പറഞ്ഞതുമില്ല. ഞാൻ ശരിക്കും പേടിച്ചു പോയിരുന്നു സർ. മെഹുൽ ഉടൻ തന്നെ ശശാങ്കിന്റെ സഹോദരിയെ വിളിച്ചു ചോദിക്കുന്നു. അപ്പോൾ ശശാങ്കിന്റെ സഹോദരി പറയുന്നു, സഹോദരൻ മരിച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് റീതയുടെ കോൾ വന്നതെന്ന്. അതിനർത്ഥം റീത സത്യം പറയുകയാണ്. എനിക്ക് മകനെ പിടിക്കേണ്ടതുണ്ട്. മെഹുൽ മകനെ പിടികൂടുന്നതിന് അയാളുടെ വീട്ടിലേക്ക് വരുന്നു. പക്ഷേ മകന് ആദ്യമേ തന്നെ അറിയാമായിരുന്നു റീത പോലീസുകാരോട് സത്യം പറയുമെന്ന്. അതുകൊണ്ട് മകൻ വീട് വിട്ട് ഓടിയിരുന്നു. മെഹുൽ ഡിറ്റക്റ്റീവുകളുടെ ഡിറ്റക്റ്റീവ് ആയതുകൊണ്ട് തന്നെ തന്റെ അനുചരന്മാരിൽ ഒരാളെ വെച്ച് അന്വേഷിപ്പിക്കുന്നു. ഇതിൽ നിന്ന് അയാൾ നഗരത്തിലെ ഒരു ഗോഡൌണിൽ ഒളിച്ചിരിക്കുകയാണെന്ന വിവരം കിട്ടുന്നു. മെഹുൽ അവിടെ ചെല്ലുമ്പോൾ 3 ഗോഡൌണുകൾ കാണുന്നു. ഈ 3 ഗോഡൌണിൽ ഏതിലായിരിക്കും മകൻ ഉണ്ടാവുകയെന്ന് പറയാമോ ലോജിക്കൽ ആർമി? നന്നായി ചിന്തിക്കൂ. ആദ്യത്തെ ഗോഡൌണിൽ ഒരാൾ വന്നതിന്റെ അടയാളമേ ഉള്ളൂ. എന്നാൽ ബാക്കി 2ലും ആളുകൾ വന്നതിന്റെയും പോയതിന്റെയും അടയാളമുണ്ട്. അതിനർത്ഥം ആരോ അവിടെ ഒളിച്ചിരിപ്പുണ്ട്.
മെഹുൽ അതിനകത്തേക്ക് പോകുന്നു. അപ്പോൾ മകൻ അതിനകത്തിരുന്ന് മദ്യപിക്കുന്നതായാണ് കാണുന്നത്. മെഹുൽ അയാളെ ശക്തമായി തൊഴിച്ചിരുന്നു. എന്നിട്ട് അയാളെ പിടികൂടുന്നു. കേസ് സോൾഡ്. ഡിറ്റക്റ്റീവ് മെഹുൽ റോക്സ്.